സുഹൃത്തുക്കളെ, പുസ്തകങ്ങളെയും എഴുത്തിനെയും എഴുത്തുകാരെയും അവരുടെ ജീവിതത്തെയും പ്രണയിച്ച ഒരു പറ്റം മനുഷ്യർ, ആ മനുഷ്യർ സാഹിത്യ ലോകത്തിന് നൽകിയ സംഭാവനകൾ, അതിനെപ്പറ്റി സംസാരിക്കുന്ന ഒരു നോവലാണ് ബെന്യാമിന്റെ മൾബറി എന്നോട് നിന്റെ സോർബയെ കുറിച്ച് പറയും. ഹായ്, വെൽക്കം ടു ഈ സ്റ്റോറീസ്. മലയാളികളുടെ പ്രിയ എഴുത്തുകാരനും വായനയുടെ ഈ പുതിയ കാലഘട്ടത്തിൽ ജനപ്രിയനുമായ ബെന്യാമിന്റെ ഒരു സാഹിത്യ യാത്രയാണ് മൾബറി എന്നോട് നിന്റെ സോർബയെ കുറിച്ച് പറയൂ. മലയാള പ്രസാധക രംഗത്ത് വിപ്ലവങ്ങൾ സൃഷ്ടിച്ച ഷെൽവിയുടെയും അദ്ദേഹത്തിന്റെ മൾബറി ബുക്സിന്റെയും പശ്ചാത്തലത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു ഓർമ്മക്കുറിപ്പ് പോലെയാണ് ബെന്യാമിൻ ഈ പുസ്തകം നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഒരു ഗ്രീക്ക് എഴുത്തുകാരനായ കസാക്കിസ് എങ്ങനെ ഷെൽവിയുടെ ആരാധന കഥാപാത്രമാകുന്നതും അയാൾ എങ്ങനെ മലയാള സാഹിത്യം സ്വാധീനിച്ചു എന്നുള്ള കോഴിക്കോട് മുതൽ ഗ്രീക്ക് വരെയുള്ള ഒരു നീണ്ട സാഹിത്യയാത്രയാണ് ഈ നോവൽ. ഈ നോവൽ നമുക്ക് പ്രധാനമായിട്ടും 3 കാലഘട്ടങ്ങൾ കാണാൻ സാധിക്കും. ഒന്ന്, കസാക്കിസിന്റെ ഗ്രീക്ക് കാലഘട്ടം. 2, ഷെൽവിയും തന്റെ ഭാര്യ ഡെയ്സിയും നടത്തിയ ആ സാഹിത്യ ലോകയാത്ര. 3-മത്തേത് ഡെയ്സി തനിയെ നടത്തിയ ജീവിത സാഹിത്യ യഥാർത്ഥങ്ങളിലൂടെയുള്ള ഒരു യാത്രയും കൂടിയാണ്. ബെന്യാമിൻ പറയുന്നത് ഷെൽവി എന്ന പുരുഷനെയും കസാക്കിസ് എന്ന പുരുഷനെയും ആണെങ്കിൽ കൂടി നമ്മൾക്ക് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് അവർക്ക് ചുറ്റുമുള്ള ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളെയാണ്. അവർ എങ്ങനെ ഈ 2 പുരുഷന്മാരെ സ്വാധീനിച്ചു, എങ്ങനെ അവരുടെ ജീവിതം വളരെ മനോഹരമാക്കി എന്നുമെല്ലാം ബെന്യാമിൻ നമുക്ക് ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. ഷെൽവി എന്ന ആംബിഷ്യസ് ആയിട്ടുള്ള, എന്നാൽ തന്റെ നിലപാടുകളിൽ വ്യക്തതയില്ലാത്ത, വാട്ട് നെക്സ്റ്റ് എന്നതിന് വ്യക്തമായ ഉത്തരമില്ലാത്ത ഒരു വ്യക്തിയെ ഡെയ്സി എന്ന സഹയാത്രിക, ഭാര്യ, മാതാവ് എങ്ങനെ ഷെൽവിയെയും ഷെൽവിയുടെ ജീവിതത്തെയും സ്വാധീനിക്കുന്നു എന്നു കൂടിയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ എടുത്തു പറയുന്ന മറ്റു കഥാപാത്രങ്ങളാണ് ജോർജ് എന്ന ഒരു ടൂറിസ്റ്റ് ഗൈഡ്, അതുപോലെ തന്നെ വിഷ്ണു, സ്നേഹ എന്ന 2 കഥാപാത്രങ്ങൾ. ഇവരുടെ ഡെഡിക്കേഷൻ, ഇവരുടെ യാത്രകൾ നമ്മളെ വളരെ അത്ഭുതപ്പെടുത്തും. എങ്ങനെ മറ്റുള്ളവരുമായി കണക്ട് ചെയ്യാം എന്നെല്ലാം നമ്മെ പഠിപ്പിക്കുന്ന, എങ്ങനെ അത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോകാം എന്ന് കാണിച്ചു തരുന്ന 3 വ്യക്തികളാണ് ഈ ജോർജ്, വിഷ്ണു, സ്നേഹ എന്നിവർ. അതിൽ ഇവർക്ക് ഈ കഥയിൽ വളരെ വ്യക്തമായ റോൾ ഉണ്ട്. ഡെയ്സിയുടെ ജീവിതയാത്ര ഏതൊരു സ്ത്രീയെ പോലെയും വിദ്യാർത്ഥിയായി, ശേഷം കാമുകിയായി, അതിനുശേഷം ഭാര്യയും മാതാവുമായി മാറുമ്പോഴും അവൾ ചെയ്യുന്ന പ്രവർത്തികൾ അതിൽ മറ്റു സ്ത്രീകളിൽ നിന്നും വേറിട്ട് നിൽക്കുന്നു. തന്റെ ഭർത്താവിനൊപ്പം ഒരു പബ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു, അതിൽ പ്രവർത്തിച്ച് ശേഷം അതിൽ നിന്ന് വിട്ടുനിന്ന് തന്റെ കരിയർ ഒരു ടീച്ചിങ് മേഖലയിലേക്ക് മാറി പിന്നീട് തന്റേതായ രീതിക്ക് മുന്നോട്ട് പോകുന്ന ഒരു ഇൻഡിപെൻഡന്റ് വുമണിനാണ് നമുക്ക് ഡെയ്സിലൂടെ കാണാൻ സാധിക്കുന്നത്. ശക്തിയായ ഒരു സ്ത്രീ കഥാപാത്രമായി ഡെയ്സി മുന്നോട്ട് പോകുമ്പോൾ വളരെ വീക്കായ ഒരു പരാജിതനായി ഷെൽവി അവസാനിക്കുന്നു. ഈ പുസ്തകത്തിൽ നമുക്ക് പലതരം സാഹിത്യയാത്രകൾ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് പുതിയ എഴുത്തിനെയും എഴുത്തുകാരെയും ബെന്യാമിൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നു. എങ്ങനെ ജീവിതത്തെ നേരിടാം, തോൽവികൾ പതറാതെ എങ്ങനെ മുന്നോട്ട് പോകാം, ഒരു നിമിഷത്തിന്റെ ദൗർബല്യം കൊണ്ട് നാം ജീവിതം അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ നഷ്ടപ്പെടുന്നു എന്നെല്ലാം കാണിച്ചു തരുന്ന, സാഹിത്യത്തിലൂടെ നമുക്ക് മനുഷ്യരെയും ലോകത്തെയും കാണിച്ചു തരുന്ന ഒരു മനോഹരമായ നോവലാണ് മൾബറി എന്നോട് നിന്റെ സോർബയെ കുറിച്ച് പറയൂ. ഈ പുസ്തകം നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുക. ഇത്രയും നേരം നിങ്ങളുടെ സമയം ഇവിടെ ചിലവഴിച്ചതിന് നന്ദി.